ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ എന്താ വന്ന് വിചാരിച്ചാല് ഞങ്ങൾ ഇന്നലെ ലോങ് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഒരു മന്തി വെറുതെ കമ്മട്ടത്തിൽ അങ്ങനെ മന്തി വെക്കണത്. അപ്പൊ അതിന്റെ ഇടയിൽ കുറേ കമന്റ് വന്നിരിക്കണം. കുറേ ആൾക്ക് ഞങ്ങൾ റിപ്ലൈ കൊടുത്ത്, കുറേ ആൾക്ക് കൊടുത്തിട്ടില്ല. കാരണം ലാബിലായതുകൊണ്ട് തിരക്കും കാര്യത്തിന്റെ ഇടയിലാണ് ഞങ്ങൾ ഇതിൽ കയറുന്നത്. അപ്പൊ ഞാനിന്ന് വൈകുന്നേരം പോയിട്ട് വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് ഞങ്ങളെ പറ്റി എന്തെങ്കിലും അറിയണോന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടീനി. അപ്പം Q&A ആണ്, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് വെറുതെ പോയിട്ടാ. അപ്പൊ അതിലൊരു 10-30-40 കമന്റോളം വന്നിക്കണ്. അപ്പൊ ലോങ് വീഡിയോന്റെ ഇടയിൽ കുറെ കമന്റ് വന്നിക്കണ്. ഒക്കെ ഇതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങള് Q&A ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ വന്നാലേ ഇതില് കുറെ കമന്റ് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിരിക്കണം. അപ്പൊ നമ്മൾ എത്ര ആൾക്ക് റിപ്ലൈ കൊടുത്താലും വേറൊരാള് പിന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചാണ്. അതുകൊണ്ട് റിപ്ലൈ കൊടുക്കണേന് കഴിയുന്നില്ല. അപ്പൊ ഇതിൽ മെയിനായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ചോദ്യമാണ്, ഇങ്ങനെ ഇന്നലെ ആ വ്ളോഗ് കണ്ടിട്ട് അത് ഹസ്ബൻഡിന്റെ വീടാണോ, അത് ഹസ്ബൻഡിന്റെ ആ വീട് ഹസ്ബൻഡിന്റെ വീടുന്ന കേട്ടോ. ഇപ്പൊ ഈ Q&A ചെയ്യുന്നതും ആ വീട്ടിൽ നിന്നാണ്. അപ്പം മെയിനായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉമ്മല്ലേ ഇപ്പല്ലേ നാത്തൂമാരില്ലേ, അതിലാരും കാണാനില്ലല്ലോ, എന്തെങ്കിലും അറിയല്ലേ? പെരിയിലിപ്പോ ഞാന് പിന്നെ ഇമ്മുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, ഒരു കെട്ടിച്ചു കൊടുത്താണ്, പിന്നെ ഇവളുണ്ട്, പിന്നെ അതുണ്ട്. ഇപ്പൊ വീട്ടില് സ്ഥിരമായിട്ടുള്ളത് ഇമ്മയും ഞാനും ഓളും അത് മാത്രം. മറ്റവർ 2 കെട്ടിച്ചു കൊടുത്താണ്. പിന്നെ ഞാൻ എന്റെ പണിനെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ അല്ലേ? ഞങ്ങൾക്ക് എന്താ ജോബ്? ആ വീഡിയോ ലാസ്റ്റ് കണ്ടില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു തരുള്ളൂ. അപ്പൊ കൊറേ ആള് ചോദിച്ചിരിക്കണ എന്താണ് ഹസ്ബൻഡിന് പണി. മൂപ്പരാദ്യം ഗൾഫിലേനി, ഗൾഫ് നിർത്തിയിട്ടപ്പോ ഒരു കൊല്ലം ഗൾഫില് ഞാനൊരു 8 കൊല്ലം സൗദിയില്. പിന്നെ ഫസ്റ്റത്തെ പോക്ക് എത്ര വയസ്സിലേനി? ഫസ്റ്റത്തെ പോക്ക് 21 തന്നെ കഴിക്കണം സൗദിക്ക്. പ്രാരാബ്ദം തന്നെ എല്ലാരും തന്നെ, എല്ലാവർക്കും പ്രാരാബ്ദമുള്ള മാതിരി നമുക്കും പ്രാരാബ്ദം കേറി. അൽഹംദുലില്ലാ സുഖാണ്, ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. വലിയൊരു ആഗ്രഹം പോലെ ഒരു കുന്നുമായോണ്ട് സ്വന്തമായിട്ട് അവിടെ പണ്ട് വീട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വീടുണ്ടപ്പോഴും വെള്ളത്തിന്റെ പ്രശ്നം, പ്രശ്നം അതൊക്കെ ഉണ്ടായിരുന്നു. തറവാട്ടത്തെ മാതിരി മറ്റേ കോട്ടക്കുന്ന് അറിയും ഓരോ കുന്നുമേ ഏറ്റവും ലാസ്റ്റ് പോലെ പേരാണ് കുന്നുമേക്കാരം. അങ്ങനെ ഇന്ത്യക്കാരുടെ വലിയ സ്വപ്നം ഉമ്മാക്കിയ വീട് എന്നുള്ളത്. അത് അൽഹംദുലില്ലാ ഒക്കെ അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ കല്യാണം കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയപ്പോ സ്വയം ഒരു ചിന്ത വന്നു, ഫാമിലിന്റെ കൂടെ നിൽക്കണം. അങ്ങനെ എല്ലാ പ്രവാസികളന്മാരും ഒരുപാട് കാലം അവിടെ നിൽക്കണ്ട, കുറച്ച് കാലം ഫാമിലിന്റെ ഒപ്പം കൂടെ അയച്ചുകൊണ്ട് അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്താണ് പ്രവാസം. ഇപ്പൊ നാട്ടില് തിരുപ്പൂരാണ് ഇപ്പൊ പരിപാടി, ഒരു മൊബൈൽ ഷോപ്പാണ്. അപ്പൊ അടക്കം വന്നും പോയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല സുഖമാണ്. ചെറുക്കന്റെ കളിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഗൾഫ് പോയാലേ പെരന്റെ കുറച്ച് കട ഉണ്ടായിരുന്നില്ലേ, അത് വീടിയപ്പോ പിന്നെ എല്ലാവർക്കുള്ളാണ് വീട് കയറ്റിയ കടങ്ങൾ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോ എല്ലാം മിന്നിയതാണ് അവിടുന്ന്. ഇനി അവിടെ നിൽക്കാനാവൂല. കാരണം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊറോണ ടൈമില് പെട്ടൂലേ, അന്ന് ലോക്കായപ്പോ നല്ല കട ഉണ്ടായിന്. അങ്ങനെ പിന്നെ അങ്ങോട്ട് പിന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളെ താത്താന്റെ ഹസ്ബൻഡിന് എന്താണ് പണി? താത്താനെ കെട്ടിച്ച വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവർക്ക് എത്ര കുട്ടികളാ? അതേമാതിരി ഇവിടുത്തെ സെയിം തന്നെ കേട്ടോ. അവിടെയും ഇന്റോടെ എന്ന് പറഞ്ഞാല് 2 പെണ്ണൂരാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പെണ്ണൂരാണ്. താത്താനെ കെട്ടിച്ചു കൊടുത്താലും 2 പെണ്ണൂരാണ്. ആ കണക്ക് അങ്ങനെ കറക്റ്റ് വന്നിങ്ങനെ, എങ്ങനെ വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അളിയാക്കാക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിൽ തന്നെയാണ്, വെൽഡിങ്ങിന്റെ പണിയാണ്. അളിയാക്കാക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓല് കെട്ടിച്ച വീട്ടിൽ 2 പെണ്ണൂരാണ്. അങ്ങനെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെ ഉമ്മാന്റെ വീട് എവിടെയാ, അവിടെ ആരൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരവില്ലേ? ഞങ്ങളെ ഉമ്മാന്റെ വരാന്ന് പറഞ്ഞാൽ ആദ്യം അരീക്കോടേനി, ആദ്യം അരീക്കോടേനി. പിന്നെ ഇപ്പം ആങ്ങളാര് കരുവാരം കൊണ്ടുണ്ട്, ചോക്കാടുണ്ട്, മേലാറ്റൂരുണ്ട്. ഓലൊക്കെ വരവും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ വീഡിയോയില് അങ്ങനെ അറക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടല്ല ഒന്നുമില്ല. പിന്നെ കുട്ടിക്ക് ആദൂന് എത്ര വയസ്സായി ചോദിച്ചിട്ടുണ്ട്. ആദൂന് ഈ ആഗസ്റ്റ് 15 വന്നാല് 4 വയസ്സ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് ഞാനും താദ്യം തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ചോദിച്ചിരിക്കണം. അത് 4 3. ഞാനും കാക്കാന്ന് പറഞ്ഞാല് 2.5, താത്തി ഓനും പറഞ്ഞ 2. അങ്ങനെ 2 ഗ്യാപ്പിന്റെ വ്യത്യാസം അങ്ങനെ ഉണ്ട്. പിന്നെ ഓല് വീട് അടുത്താണോ? ഞങ്ങള് പറഞ്ഞില്ലേ, ഞങ്ങള് തറവാട്ടത്ത് ഓള് പെരിയേക്ക് ഒരു ബൈക്ക് വണ്ടിമ പോകണമെങ്കിൽ 2 മിനിറ്റ് ഉള്ളൂ. അവിടുന്ന് പെരിയേക്ക് പറഞ്ഞാൽ 2 മിനിറ്റ് ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ പറയാ, എത്ര ഡിസ്റ്റൻസ്? ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ എന്താ പറയാ, ഇതെന്ന് പറഞ്ഞ കോമഡി എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഒരേ മഹലാണ്.
താത്തി കളിയാക്കെന്ന് പറഞ്ഞാല് ഞങ്ങള് ഊല് വരുന്നത് ഒരേ മാലിലാണ്, ഒരേ റേഷൻ കടയാണ്. അത്രക്കും ഒരു അങ്ങാടിയിലാണ്. പക്ഷെ ഞങ്ങള് എങ്ങനെ പറയുന്നത് മനസ്സിലാവും അറിയില്ല. ഒരേ മഹല്, ഒരേ അങ്ങാടി, അങ്ങനെയൊക്കെയാണ് വരിക. പിന്നെ നിങ്ങളുടെ നെയിം, പിന്നുള്ളത് എന്താണ് നിങ്ങളെ നെയിം പ്ലീസ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞങ്ങളെ നെയിം എന്താന്ന് ചോദിച്ചിരിക്കണേ. അത് ഞാൻ ആരുടെയൊക്കെയാണെന്ന് അറിയില്ല. നിങ്ങളെ നെയിം എന്നാ ചോദിച്ചിരിക്കണേ. എന്റെ പേര് ഷംന, താത്താന്റെ പേര് ഷിഫ്ന. നിങ്ങളെ പേരെന്താ? റാഷിദ്. റാഷിദ്. പിന്നെ താത്താന്റെ മാപ്പിളുടെ പേര് ജംഷാദ്. നിങ്ങളെ വീട് ശരിക്കും എവിടെയാണ്? ഉപ്പട. ഫസൽ ഫാമിലിനാണെങ്കിൽ ഓല അങ്ങാടിയിലുണ്ട്. പിന്നെ ഇടയ്ക്കര ഏത് ലാബിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ലാബ് അറിയട്ടോ, അവിടെയാണ്. പിന്നെ എവിടെയാണ് ഭർത്താവിന്റെ സ്ഥലം, മോൻ എത്ര, ഹസ്ബൻഡിന്റെ വീട്ടിൽ, ഇതൊക്കെ റിപ്പീറ്റ് തന്നെയാണെങ്കിൽ വന്ന് കിടക്കുന്നത്. ലവ് മാരേജ് ആണെന്ന് കുറെ ചോദിച്ചിരുന്നു കേട്ടോ. താത്താനെ ഞങ്ങളെയും ഒരേ സ്ഥലത്താണ് ജോലി, ഞങ്ങൾ എന്താളും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. താത്തയും ഞാനും ഞങ്ങൾ എന്താളും ഒരേ സ്ഥലത്താണ്. ഇപ്പൊ പോക്കുറങ്ങിയിട്ട് 5-6 മാസമായി. പിന്നെ പീപ്പിൾസ് വില്ലേജിലാണോ വീട്? എന്റെ വീട് പീപ്പിൾസ് വില്ലേജിലാണ്. പിന്നെ ലോസ്റ്റിനാണ് ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാന് 1 മുതൽ 7 വരെ ഉപ്പട സ്കൂളിലും, പിന്നെ 8 മുതൽ +2 വരെ പോത്തല്ല സ്കൂളിലും. നിങ്ങളെന്ന് പറയുന്നത്? ഞാൻ എന്നെ എത്തിങ്ങാനിലാണ് ചെറുപ്പം മുതലേ. ഇപ്പൊ എനിക്ക് 1 വയസ്സായപ്പോ മരിച്ചിരുന്നു. അമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോ അന്നത്തെ സമയത്ത് 3 മക്കളൊക്കെ ഒറ്റ പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ. അപ്പോ എത്തിങ്ങാനിലാണ് പഠിച്ചതൊക്കെ. തിരുവരങ്ങാടി എത്തിങ്ങാനാണ് PSM കോളേജൊക്കെ കേട്ടിട്ടില്ലേ. അവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ അവിടെയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ നാട്ടിലായി. കൂടുതലും അവിടെ എത്തിയാലും 10-12 വർഷം എത്തിങ്ങാനിലായിരുന്നു. പിന്നല്ലേ ഇത് അനിയന് ഇനി എപ്പോഴാണ് ഗൾഫിൽ നിന്ന് വരുമോ? ഓന്റെ അനിയനല്ല കേട്ടോ, മറ്റോളെ അനിയനാണ് എന്റെ കാക്കിയായിട്ടാണ് വരിക. ഓന് ജൂണിലൊക്കെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾ ഉമ്മീപ്പി ഒരേ നാട്ടുകാരാണോ ചോദിച്ചിരുന്നു? ഞങ്ങൾ ഉമ്മീപ്പി ഒരേ നാട്ടുകാരല്ല. എങ്ങനെ അറിയാം? ഇവിടെ കിടക്കണ കരുവാരെ കൊണ്ട് ആ ഏരിയന്നിട്ട് പെണ്ണിട്ടീന്. എങ്ങനെ അന്നത്തെ കാലത്ത് ബ്രോക്കറൊക്കെ ഇല്ലേ, അങ്ങനെ ആ വഴി എങ്ങനെ ഇതായതാണ്. പിന്നെ നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തമ്മിലുള്ള പ്രായ വ്യത്യാസം? ഞാൻ 94. ഞാൻ 2001. ഞങ്ങൾ തമ്മില് 7 വയസ്സിന് വ്യത്യാസം ഉണ്ട്. ഞാൻ 90 ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്? എത്രാമത്തെ വയസ്സില്? 20-ാമത്തെ വയസ്സില്. ആരെ? നിങ്ങളിന്നെ കല്യാണം കഴിച്ചത്? നിന്റെ ഇന്നലെ 25 അല്ലേ? പിന്നെ ലോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എത്ര വരെ പഠിച്ചു? നിങ്ങൾ എത്ര വരെ? നല്ല പഠിപ്പുണ്ട്. ഞാൻ യാതൊരു ബന്ധമില്ലാത്തതില് പോണ്. ഞാൻ +2 മാത്സ് കൊമേഴ്സ് കഴിഞ്ഞ് അക്കൗണ്ടിങ്ങിന് പോയി. അക്കൗണ്ടിങ് കഴിഞ്ഞാലാണ് കല്യാണം. പിന്നെ മടിയായി, പേരിലൊന്ന്, പിന്നെ കുട്ടിയായി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മറ്റോളും ഞാനും പാടെ ലാബിനെ ഒക്കെ തുടങ്ങി. പിന്നെ ലോസ്റ്റ് ചെയ്യും കുറെ ഞങ്ങള് വീഡിയോയിലൊക്കെ വരുന്നത്. നിങ്ങളെ വരെയൊക്കെ പോക്കില്ലേ? നിങ്ങൾ കെട്ടിച്ചു കൊടുത്ത് നിക്കലില്ലേ? നിങ്ങളോട് തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പറയാല്ലേ? അതിപ്പോ എന്താ വെച്ചാൽ ഒന്നാമത് ഞാൻ പറയല്ലേ, ചുറ്റുവട്ടത്ത് എല്ലാവരും തൊട്ടടുത്താണ് വീടുകൾ. ഒന്ന് പ്രധാന കാരണം അതല്ല. പ്രധാന കാരണം ഇവരപ്പാക്ക് സുഖമില്ലല്ലോ, അതാണ് മെയിൻ കാരണം. അപ്പൊ അവിടെ ആരും ഇല്ല. മറ്റു അളിയൻ ഗൾഫിലല്ലേ, അപ്പൊ അവിടെ ഉമ്മയും ഇപ്പയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോ എപ്പോഴും അവിടെ പ്രസിഡൻസ് എപ്പോഴും വാങ്ങുമ്പല്ലേ. അപ്പൊ ഇവര് രാവിലെ പോകും, പിന്നെ രാവിലെ ഒന്ന് പോയാൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം ഇങ്ങോട്ട് വരും. അങ്ങനെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറയില്ലേ, എല്ലാവരും ചുറ്റുവട്ടമാണ്, എല്ലാവർക്കും നടന്നു പോയി ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പൊ അതുകൊണ്ട് രാവിലെ പോകുന്ന വൈകുന്നേരം വരുന്നത് ചെറിയ നോർമലാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നിക്കാൻ പോകും. നിക്കാൻ 1 മാസത്തോളം ഇവിടെ നിന്നിട്ട് ഒരാഴ്ച 1.5 ഒക്കെ അവിടെ പോയി നിൽക്കും. അല്ലെങ്കിൽ രാവിലെ പോയി എന്തെങ്കിലും അത്യാവശ്യ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി വരും. പിന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാവരും അറിയട്ടോ. കല്യാണത്തിന്റെ ഈ അറേഞ്ച് മാരേജ് ആണെങ്കിലും പിന്നെ എല്ലാവർക്കും തമ്മിൽ അറിയാം മുന്നേ. കല്യാണത്തിന് മുമ്പേ ഞാനും അറിയണം നമ്മുടെ ആങ്ങളെ നല്ല തിക്ക് ഫ്രണ്ട്സ് ചെയ്യും. അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ എത്തിക്കൊള്ളുന്നത് കല്യാണത്തിന്. പിന്നെ ഹസ്ബൻഡിന്റെ 2 പോസിറ്റീവും ചോദിച്ചിരിക്കണേ, നെഗറ്റീവും ചോദിച്ചിരിക്കണം. പോസിറ്റീവ് എന്താണ്?
പോസിറ്റീവ് പറഞ്ഞ പാവാണ്. ഇത് വീഡിയോക്ക് വേണ്ടിട്ട് പറയില്ല കേട്ടോ, നല്ല ക്ഷമണ്ട്. ഞാൻ ഇനി എന്തൊക്കെ കാട്ടിയാലും ഞാൻ തന്നെ ആലോചിച്ചും വേറെ എനിക്ക് എടുത്തറിയാന്ന്. എല്ലാരും അത് ഒന്നാമത് അത് ചീത്ത അറിയില്ല. നമ്മള് ഈ ഓളത്തിനനുസരിച്ചൊക്കെ നിന്ന് തരും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒന്നാമത് 1 മാസം കഴിഞ്ഞിട്ടൊക്കെ നാട്ടിൽ വരിക തിരുപ്പൂരിന്ന്. അപ്പൊ ഈ വന്ന് കഴിഞ്ഞാൽ അന്ന് തന്നെ ഇങ്ങനെ തലയിലും വാനിങ്ങനെ അവിടെ ഒരു കളിയുണ്ട്, ഞാൻ പോയാലോ അത്രയും നേരം നല്ല ചെയ്തൊക്കെ. പിന്നെ ഭദ്രകാളി ആയി പിന്നെ ഞാൻ മുണ്ടൂല. അതിന് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മുണ്ടും. ഇത് രാത്രി തന്നെയാണ് പരിപാടി. ഇപ്പൊ കൊറേ ഡേയ്സ് ഉണ്ടായിട്ട് കേട്ടോ. എന്റെ 2 പോസിറ്റീവും എന്റെ 2 നെഗറ്റീവും. പോസിറ്റീവ് എന്താ ഇന്നെ കൊടുക്കും പന്തളിച്ചാണെന്ന് മുടൂല. നെഗറ്റീവ് പോസിറ്റീവ് ഇപ്പൊ എന്താ ആലോചിക്ക. ഇല്ലത് പറഞ്ഞാൽ ഉണ്ടാകണ്ട, എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരും തിന്നാന്. ഇച്ചാണെങ്കിൽ മിനിറ്റിന് എന്തെങ്കിലുമൊക്കെ വേണം. ആരും നല്ല തിന്നേ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും ചിലപ്പോ ഞാൻ പാല് പോയിക്കൊണ്ടിരും. ജ്യൂസ് ഉണ്ടായിക്ക അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടായിക്ക. ഒരു പണി കഴിഞ്ഞ് ഇരിക്കുണ്ടോ ഇരിക്കുണ്ടോ അത് നോക്കി നടക്കുക. കാരണം ഇങ്ങനെ 2 കറി തരും. ഒന്നില് ബൂസ്റ്റ് ഉണ്ടാവും, ഒന്നില് വല്ല ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരും മണില്ലാതെ. പിന്നെ ഇടക്കിടക്ക് ഉള്ളതായിട്ടുള്ള ഓരോ കടികള്, ഉന്നക്കായി അങ്ങനത്തെ ഓരോന്ന് അതൊക്കെ ഉണ്ടാക്കി തരും ഇടക്കിടക്ക്. എന്താ പറയാ, എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം അറിയില്ല. പിന്നെ കംപ്ലൈന്റ് കണ്ടെത്താ ഞാൻ എന്തിട്ടാന്ന് തിന്നു. വെച്ചാൽ ടേസ്റ്റ് അങ്ങനെ ഞാൻ നോക്കില്ല, എന്തിട്ടാന്ന് തിന്നു. അങ്ങനെ ഞാൻ കുറ്റം പറയാറില്ലല്ലോ. എന്തുണ്ടാക്കിയാലും നല്ല രസമുണ്ട്. വേറെ ഒന്നിനുമില്ല. 5:30 ഞാൻ വിടും. ഈ 5 മണി 5:30 ആയാല് ആളോടെ ഉണ്ടാവൂല, പോവും. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കുള്ളൊരു കളിയാണല്ലേ ഇടക്കര മറ്റേ ബോത്തല് വരും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. എന്താണെന്ന് അറിയില്ല. ഒന്നാമത് കാക്കി ഇങ്ങനെ ഒരു പിരാന്തനായതുകൊണ്ട് അതുകൊണ്ടാവാം. അപ്പം അടുത്ത മെയിനായിട്ട് ലോസ്റ്റ് ആണ്. ലാസ്റ്റിന് മാറ്റി വെച്ചാട്ടോ. ഞങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ഞാൻ ലവ് മാരേജ്. ഞാൻ ലവ് ചെയ്തിട്ടില്ല. അറിയില്ല. ബസ് പോകുമ്പോ കാണും. എല്ലാരും ബസ് പോകുമ്പോ നോക്കൂലേ, അത്ര. അപ്പൊ ഞങ്ങള് എന്റെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ കമ്പനിയോ കാര്യമൊന്നും ഇല്ല. കാക്കാന്റെ ബെസ്റ്റ് ഫ്രണ്ടേന്. കാക്കാന്റെ ആ ടൈമത്തൊക്കെ ചങ്കേന് അല്ലേ. 2 ആളും ഭയങ്കര തീന്. അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ വരും പോകും. അല്ലാതെ ഇങ്ങനെ കിട്ടുന്ന ഇരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചിലവ് വിചാരിച്ചും ഇങ്ങനെ ഒപ്പം ഭർത്താനം പറഞ്ഞ് തിരിച്ചും കളിച്ചും പെങ്ങളെ നേക്കിൽ സൂട്ടാക്കി എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. ഇത് കുടുംബത്തിൽ എന്താണെന്നറിയോ, ഓല് തമ്മിൽ നല്ല കമ്പനിയാണ്. പക്ഷെ ഞാനും ഓലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇങ്ങനെ നിങ്ങളെ എത്ര പേര് തൊലപ്പന്നേന് തൊലപ്പൻ എന്ന് പറഞ്ഞാൽ ഉപ്പടങ്ങാടിയത്തെ എല്ലാ ചെക്കന്മാർക്കും അറിയുള്ളൂ. അപ്പൊ ഞാനും ഈ താത്ത ഞങ്ങള് ഈ പേരിങ്ങനെ കേൾക്കുന്നല്ലാതെ പേര് ചീറ്റൊക്കെ കിട്ടീന്. കാരണം ഇങ്ങനെ ഇപ്പം പോവുക. കാരണം ഓനും നിങ്ങളും തമ്മിൽ എത്ര ഏജ് വ്യത്യാസമുണ്ട്? 3 വയസ്സിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു വലിയൊരു ചെങ്ങായിനെ പ്രതി നടക്കണത് വെച്ചിട്ട് പെരിയെന്ന് ചീറ്റയൊക്കെ കിട്ടും. ഇജെങ്ങട്ടാ പോണ്? ഞാൻ തൊലപ്പനൊപ്പം പോവുകയാണ്. ഓൻ പോകും. അന്ന് പോലെ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഞമ്മക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ഒരു ചെങ്ങായിനെ കണ്ടിട്ടുമില്ല. മറ്റേ ഈ മായാവി പറയുന്ന മതി തൊലപ്പം വരുന്നുണ്ടമ്മ ഇന്ന് തൊലപ്പം കൊണ്ടാക്കും. അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങളെ വകേനെ ഞങ്ങൾക്ക് പ്രോസ്റ്റ് ഒക്കെ ഞങ്ങൾ 4 പ്രോസ്റ്റ് ഉണ്ടാകും തറവാട്ടൊക്കെ. അതൊക്കെ ഓരോ വകേനെ ഓന് വാങ്ങി കൊടുക്കണം. ആ കൂട്ടത്തില് ഞങ്ങൾക്കും കിട്ടണം. അല്ലാതെ ലവ് മാരേജ് ആയിട്ടൊന്നുമില്ല. പിന്നെ കൂട്ടാൻ്റെ ഞങ്ങളെ വളച്ചതും അല്ല അല്ലേ. ഇങ്ങനെ ഇപ്പാനോട് വേറെ ആൾക്കാർ ഇങ്ങനെ കല്യാണം ആലോചിച്ചെങ്കിലും ഇപ്പാനോട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലേ. ഇതെങ്ങനെ കല്യാണത്തൊക്കെ എത്തിയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നല്ലേ. ഗൾഫിൽ നിന്ന് വന്നത് ഞാൻ +1 കഴിഞ്ഞ ടൈമിലാണ്. പരീക്ഷ എഴുതി ഒന്നും നടന്നില്ല. അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ +1 കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ആ ടൈമിലാണ് പിന്നെ ഇപ്പാനോട് കാക്കാക്ക് അറിയാനേ. എടാ ഞാൻ അങ്ങനെ പെങ്ങളെ ചോദിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടോന്ന് ആദ്യം ഓനോട് ചോദിച്ചാൽ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല കെട്ടിയാല് എനിക്ക് സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓനറിയാം. പക്ഷെ ഓൻ പെരിയിൽ അറിയാത്ത മാതിരി ഇങ്ങനെ നിന്ന്. അതിൽ ഇപ്പാക്ക് ഫോട്ടോ കാര്യമൊക്കെ വിട്ടുകൊടുത്ത് അത് ഞങ്ങളോട് അതിങ്ങനെ കല്യാണാലോചന വന്നെങ്കിലും ഉപ്പടം തന്നെയാണ്. എന്നാ മറ്റോളത് എടുത്തായി ഒരുപാട് എടുത്തായിക്കൂടെ. അപ്പൊ ഞങ്ങൾ ചെക്കനങ്ങനെ കാത്തിക്കുക.
അതില് താത്ത കൊടുക്കുമ്പോ അതാ തുറക്കണല്ലേ ചോദിച്ചു. അങ്ങനെയാണ് ആ കല്യാണാലയത്തിന് വരുന്നത്. കാക്കാക്ക് ഇഷ്ടീനി. ഇപ്പ പറഞ്ഞ് അനക്ക് ഇഷ്ടാണെങ്കിൽ പറയാം, അമ്മമാരൊക്കെ പറഞ്ഞ് ആങ്ങളാരൊക്കെ പറഞ്ഞ് ഇഷ്ടാണെങ്കിൽ പറയാനെ, കെട്ടിച്ചാനൊന്നും ആയിട്ടില്ലല്ലോ, ടൈം ഉണ്ട്, പഠിച്ചില്ലെങ്കിൽ പഠിച്ചാന്ന്. അതിന് ഞാൻ പറഞ്ഞു പോലെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ തമ്മിൽ നല്ല കാണലുണ്ടെന്ന് ചെറുപ്പം മുതലേ. കാരണം ഞാൻ ഉപ്പട സ്കൂളിൽ പഠിച്ച ടൈമില് പരിപാടി കാണാൻ വന്നിക്കണ്, എന്റെ ഒപ്പന കാണാൻ വന്നിക്കണ്, എല്ലാത്തിനും വരും. കാരണം ആ മൈൻഡിൽ അങ്ങനെ ചിന്തയില് ഞാൻ ചെറിയ കുട്ടിയല്ലേ. പിന്നെ ഞാൻ ഗൾഫ് പോണത് അറിയണത് ഞാൻ 8ാം ക്ലാസ് പഠിച്ചിരുന്ന ടൈമിലാണ് ഗൾഫ് പോണത്. പിന്നെ കാണുന്നത് നിശ്ചയത്തിന്റെ ടൈമിൽ. അങ്ങനെയാണ്. അപ്പൊ ലവ് മാരേജ് അല്ല, ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതത്തോടെ കിട്ടിയതാണ്. പിന്നെ കിട്ടിയത് ഒറ്റയ്ക്ക് കല്യാണല്ല, നിശ്ചയം കേട്ടോ. ഫസ്റ്റ് അല്ലേ, ഞാൻ +1 കഴിഞ്ഞാലും നിശ്ചയം കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിശ്ചയം കഴിഞ്ഞ് അന്ന് കണ്ടതാ. അന്ന് കണ്ടിട്ട് പിന്നെ പോകുകയെന്ന് പറയാൻ വന്ന ഗൾഫിൽ അങ്ങനെ പോയത്. പിന്നെ 2-2.25 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കല്യാണത്തിന്റെ ടൈമില് ഫോണിൽ കൂടെ എല്ലാം കോണ്ടാക്ട് ഉണ്ട് എന്നല്ലാതെ അന്നും ഞങ്ങൾ നേരിട്ട് കണ്ടേ യാതൊരു പരിചയമില്ല. പിന്നെ ഞങ്ങൾ കാണുന്നത് കല്യാണത്തിന്റെ ടൈമിലാണ്. അല്ലാതെ ഞങ്ങൾ ഈ ഫോണിൽ കൂടെ എല്ലാം പരിചയമുണ്ടല്ലോ, നേരിട്ട് യാതൊരു കോണ്ടാക്ട് ഞങ്ങൾ തമ്മിലില്ലേ. ഇനി നിശ്ചയം കഴിഞ്ഞിട്ടൊന്ന് കാണിയിരിക്കുന്നു ഞങ്ങൾ എഴുതിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ലവ് മാരേജ് അല്ല അല്ലേ? അല്ലാന്ന് ഞങ്ങള് പറയുന്നു അല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി ചോദിച്ചിരിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. ഈ നവംബർ വന്നാലേ 5 വർഷമായി. എന്തെങ്കിലും സങ്കടമുണ്ടോ? ഇത് നല്ല ചമ്മലുണ്ടാവും, കാരണം ആദ്യമായിട്ടാണ് പിടിച്ചിരുത്തിയതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചമ്മലില്ലേ ഇല്ലേ? ഞങ്ങൾക്കൊക്കെ നല്ലോണ്ടേനി. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ. ഞങ്ങൾ കുറച്ചൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ലാഗായി കഴിഞ്ഞ് നിങ്ങൾ തന്നെ ചടപ്പക്കാരം ലാഗാക്കണില്ല. അപ്പൊ ഞങ്ങള് വീഡിയോ അതിൻ്റെ അപ്പൊക്കല്ലേ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമു അലൈക്കും.